ഹായ് 2025 ഒക്ടോബർ 10 നിലവിൽ വന്ന UP സ്കൂൾ ടീച്ചർ കാറ്റഗറി നമ്പർ 707/2023 ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ഓരോ ജില്ലയിലും ഇന്ന് വരെ, അതായത് ജൂൺ 25 വരെ എത്രത്തോളം അഡ്വൈസ് മെമ്മോ പോയിട്ടുണ്ടെന്ന് PSCയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് എടുത്ത ഡീറ്റെയിൽസാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് ഇനി UP സ്കൂൾ ടീച്ചർ എക്സാം എഴുതാൻ പോകുന്നവർക്ക് കൂടെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. നമ്മുടെ ലിസ്റ്റ് വന്നിട്ട് ഏകദേശം 8 മാസം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നിയമനം വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഇതൊരു വിഷമിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. നമുക്ക് ഒരു ജൂലൈ പകുതിയോടുകൂടി ഓഗസ്റ്റ് ആദ്യത്തോടുകൂടി കൂടുതൽ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുമെന്നാണ് DD ഓഫീസുകളിൽ നിന്നൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇപ്പോൾ നിലവിൽ വളരെ കുറച്ച് അഡ്വൈസ് മെമ്മോ മാത്രമേ ഓരോ ജില്ലകളിലും പോയിട്ടുള്ളൂ. നമുക്ക് തിരുവനന്തപുരം ജില്ലയുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. അതിൽ പുതിയ അപ്ഡേറ്റ്സ് വന്നിട്ടില്ല. പഴയ ലിസ്റ്റിൻ്റെ അപ്ഡേറ്റ്സ് മാത്രമേ കാണുന്നുള്ളൂ. ചിലപ്പോൾ അവിടെ ഒരു അഡ്വൈസ് പോലും പോയിട്ടുണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ കൊല്ലം ജില്ല മുതൽക്ക് ബാക്കി 13 ജില്ലകളുടെയും ഇപ്പോഴത്തെ അഡ്വൈസ് സ്റ്റാറ്റസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. കൊല്ലം ടോട്ടൽ 2 അഡ്വൈസാണ് പോയിട്ടുള്ളത്. ഓപ്പൺ കാറ്റഗറി 1 റാങ്കിന് മാത്രമേ അഡ്വൈസ് മെമ്മോ കിട്ടിയിട്ടുള്ളൂ. ഇനി ബാക്കി കാറ്റഗറികളുടെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് ഈ ഒരു ടേബിൾ ചെക്ക് ചെയ്താൽ മതിയാവും. ഓക്കെ. ഇനി പത്തനംതിട്ട ജില്ലയിൽ ടോട്ടൽ അഡ്വൈസ് എത്രയാണെന്ന് കറക്റ്റ് പറയുന്നില്ല. ഓപ്പൺ കാറ്റഗറി 2 റാങ്ക് വരെയാണ് അഡ്വൈസ് മെമ്മോ പോയിട്ടുള്ളത്. ആലപ്പുഴയിൽ ടോട്ടൽ 2 അഡ്വൈസാണ്. ഓപ്പൺ കാറ്റഗറി ആർക്കും പോയിട്ടില്ല. കോട്ടയം ടോട്ടൽ 8 അഡ്വൈസാണ്. അതിൽ ഓപ്പൺ കാറ്റഗറി 2 അഡ്വൈസ് 2 റാങ്ക് വരെയാണ് പോയിട്ടുള്ളത്. ഇടുക്കിയിൽ ടോട്ടൽ 2 അഡ്വൈസ്, ഓപ്പൺ കാറ്റഗറി ഒന്നും തന്നെ പോയിട്ടില്ല. എറണാകുളം ജില്ലയിൽ ടോട്ടൽ 12 അഡ്വൈസ് പോയതിൽ ഓപ്പൺ കാറ്റഗറി 2 അഡ്വൈസാണ് പോയിട്ടുള്ളത്. തൃശ്ശൂർ ടോട്ടൽ 9 അഡ്വൈസ്, ഓപ്പൺ കാറ്റഗറി 2. പാലക്കാട് ജില്ലയിൽ 3 അഡ്വൈസ് ആകെ പോയിട്ടുള്ളൂ. നല്ല രീതിയിൽ നിയമനം നടക്കുന്ന ഒരു ജില്ലയാണ്. LPയിലും UPയിലൊക്കെ വളരെ കുറച്ച് അഡ്വൈസ് മെമ്മോ മാത്രമേ പാലക്കാട് ജില്ലയിൽ പോയിട്ടുള്ളൂ. ഇവിടെ ഓപ്പൺ കാറ്റഗറി 1 റാങ്കിന് പോലും നിയമനമായിട്ടില്ല. മലപ്പുറം ജില്ല നല്ല രീതിയിൽ നിയമനം നടക്കുന്ന ജില്ലയാണ്. എന്നിട്ട് പോലും ആകെ 29 അഡ്വൈസ്, ഓപ്പൺ കാറ്റഗറി 4 റാങ്ക് വരെയാണ് അഡ്വൈസ് മെമ്മോ പോയിട്ടുള്ളത്. കോഴിക്കോടും കുറച്ച് പരിതാപകരം തന്നെയാണ്. 3 അഡ്വൈസാണ് ആകെ പോയിട്ടുള്ളൂ. ഓപ്പൺ കാറ്റഗറി നിയമനമൊന്നുമില്ല. ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്ന ഒരു ജില്ലയാണ് കോഴിക്കോട്. അത്രയധികം കോമ്പറ്റീഷൻ നടന്ന ഒരു ജില്ലയായിട്ട് പോലും നിയമനമൊന്നും നടക്കാത്ത അവസ്ഥയാണ്. വയനാട് ജില്ലയിൽ ടോട്ടൽ 4 അഡ്വൈസാണ് പോയിട്ടുള്ളത്. ഓപ്പൺ കാറ്റഗറി വയനാട് ജില്ലയിലും 1 റാങ്കിന് പോലും നിയമനമായിട്ടില്ല. കണ്ണൂർ ജില്ലയിലും സ്ഥിതി അതുപോലെയൊക്കെ തന്നെയാണ്. 2 അഡ്വൈസ് ആകെ പോയിട്ടുള്ളൂ. ഓപ്പൺ കാറ്റഗറി നിയമനമില്ല. കാസർഗോഡ് ആകെ 8 അഡ്വൈസ്, ഓപ്പൺ കാറ്റഗറിയിൽ 1 റാങ്കിന് പോലും നിയമനമായിട്ടില്ല. ഇതാണ് UP സ്കൂൾ ടീച്ചർ റാങ്ക് പട്ടികയുടെ ഒരു അവസ്ഥ. ഇപ്പോൾ 8 മാസം പിന്നിട്ടിട്ട് നിയമനം വളരെ വളരെ ഇഴഞ്ഞു നീങ്ങുന്ന ഒരവസ്ഥയാണ്. നമുക്ക് നല്ല രീതിയിൽ എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്, എന്നാൽ പോലും ഒരു നല്ല റിസൾട്ട് വരുന്നില്ല. വളരെ കുറച്ച് നിയമനങ്ങൾ മാത്രമേ എല്ലാ ജില്ലകളിലും നടന്നിട്ടുള്ളൂ. ഈ പറഞ്ഞ ജൂലൈ പകുതി ഓഗസ്റ്റ് ആകുമ്പോഴേക്കും കൂടുതൽ നിയമനം വരുമെന്ന് പ്രതീക്ഷിക്കാം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇതുപോലെ LP, UP, HS, HSST, അസിസ്റ്റൻറ്റ് പ്രൊഫസർ തുടങ്ങി കേരള PSC നടത്തുന്ന എല്ലാ അധ്യാപക തസ്തികകളുടെയും പുതിയ നോട്ടിഫിക്കേഷനുകളും അതുപോലെ ഓരോ തസ്തികകളുടെയും നിയമന നിലയുമെല്ലാം അറിയാനായിട്ട് ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഭാവിയിലെ അധ്യാപകർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചാനലാണ്. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. താങ്ക് യു.